ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ പലഹാരമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു പലഹാരമാണ് കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ മുത്തശ്ശിമാരുണ്ടാക്കി തരുന്ന ഒരു പലഹാരമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്കിതിന് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഞാനൊരു 3 കപ്പ് വെള്ളം ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ചെറിയ രീതിയിലൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ആ സമയം ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ജീരകമാണ് കേട്ടോ, ചെറിയ ജീരകമാണ് കേട്ടോ. അതൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെ ആയിരിക്കും നമ്മൾ ജീരകം ഇതുപോലൊന്ന് ചൂടാക്കിയിട്ട് ചേർക്കുമ്പോഴേ. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് എള്ളാണ് കേട്ടോ. ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കി വെക്കുമ്പോഴേ കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ചെറിയ രീതിയിലൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് അരിപ്പൊടിയാണ്. ഞാൻ 1.5 കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മൾ അരിപ്പൊടി എടുക്കുന്നതിൻ്റെ ഇരട്ടി അളവിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്കിത് പുട്ടുപൊടി വെച്ചും ചെയ്യാവുന്നതാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് പൊടിയുടെ അനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ചെറിയ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തത്. ഇപ്പം സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. എങ്ങും പൊടികളൊന്നും കട്ട പിടിച്ചിരിക്കാതെ അതുപോലെ നനവ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ അരിപ്പൊടി ഈ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. കാരണം നമ്മളിതിനകത്ത് ജീരകവും നെയ്യും ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ പലഹാരത്തിന്. ഇപ്പോൾ അതാ നല്ല രീതിയിൽ ഞാനിതൊന്ന് ഇളക്കി ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ അതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനിതൊന്ന് തുറന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി കൈകൊണ്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം. അധികം ടൈറ്റ് ആകാതെ നല്ല സോഫ്റ്റായിട്ട് വേണം നമ്മളിത് യോജിപ്പിച്ചെടുക്കാനായിട്ട്. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ മാവെടുത്ത് ചെറിയ ബോൾസാക്കി നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ചെറിയ ബോൾസാക്കിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി ഇതിനേക്കാട്ടിൽ ചെറുത് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം. പക്ഷേ ഇതൊട്ടും വലുതാകാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് ഇതെല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാം. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. കുട്ടികൾക്കായാലും ഇതൊരുപാട് ഇഷ്ടമാകും. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മൾ ഈ ഒരു രീതിയിൽ ഇതെല്ലാം ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഇത് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണയൊന്ന് തടകിയിട്ട് നമുക്കൊന്ന് ബോൾസാക്കി എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇത് ഉരുട്ടിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൈ ഒന്ന് വാഷ് ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് നോക്കാം. നമ്മളിത് പുട്ടുകുറ്റിയിലാണ് തയ്യാറാക്കുന്നത്. പുട്ടുകുറ്റിയിലേക്ക് ചില്ലിട്ട് കൊടുത്ത ശേഷം ഞാൻ കണ്ട ഒരു വാഴയില ഇതേ രീതിയിലൊന്ന് ഇറക്കി വെക്കുന്നുണ്ട്. ചെറിയ വാഴയിലയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇത് കുറച്ച് വലുതാണ്. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് വാഴയില ഇട്ട് കൊടുക്കാനായിട്ട്. ആവി നല്ലതുപോലെ കിട്ടുന്ന ഒരു രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ ചിരകിയതും കൂടി എടുത്തിട്ടുണ്ട്. തേങ്ങ എത്രത്തോളം ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നോ അത്രയും നല്ലതാണ്. ആദ്യം തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3-4 ടീസ്പൂൺ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ചെറുതായിട്ട് ഉരുട്ടി വെച്ചേക്കുന്ന ബൗൾസാണ് കേട്ടോ. 5-6 ബൗൾസ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇട്ട് കൊടുക്കരുത്. ഇത്രയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ കുറച്ച് തേങ്ങ ചിരകി ഇതിട്ട് കൊടുക്കുക. നമ്മൾ വെറുതെ ആവിയിൽ തയ്യാറാക്കി എടുക്കുന്നത് പോലെയല്ല കേട്ടോ. പുട്ടുകുറ്റിയിൽ നമ്മൾ ഇതുപോലെ വാഴയിലയൊക്കെ വെച്ചിട്ട് തയ്യാറാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും ഒരു മണവുമാണ് ഇതിന്. അപ്പോൾ വീണ്ടും ഞാൻ നല്ല കുറച്ച് തേങ്ങ ചിരകി ഇതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് ബോൾസ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. പഴയതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ഈ പുട്ടുകുറ്റിയുടെ ഒരു 1/4 ഭാഗത്തോളം നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് നിറച്ച് വെക്കരുത്. ഒരു 1/4 ഭാഗത്തോളം മാത്രമേ നമ്മൾ ഇതുപോലെ ബോൾസ് ഇട്ട് നിറയ്ക്കാവൂ കേട്ടോ. ഇനി നമ്മുടെ ഈ വാഴയില
ഒരുപാട് വലുതായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ചെറിയ വാഴയിലയാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ ഇതൊന്ന് മടക്കി വെച്ച് കൊടുത്താൽ മതി. ഇത് മുകളിലേക്ക് ഒരുപാട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതേ രീതിയിലൊന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ അടപ്പും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചെറിയ രീതിയിലൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുട്ടുകുറ്റി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ആദ്യത്തെ ഒരു 1-2 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ആവി വരുത്തുക. അതിനുശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ സാധാരണ പുട്ടൊക്കെ കുക്ക് ചെയ്തെടുക്കുന്നതിനെക്കാട്ടിൽ കുറച്ചുകൂടി സമയം എടുക്കും. എന്നാൽ ഒരുപാട് സമയം എടുക്കത്തില്ല. ഒരു 5-6 മിനിറ്റിനുള്ളിലൊക്കെ ഇത് വെന്ത് കിട്ടും കേട്ടോ. നല്ലതുപോലെ ഇതൊന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് വെന്ത് വരുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. ആ ഒരു സമയം വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. ഇതാ കണ്ടില്ലേ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിത് എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനൊരു ഇലയൊക്കെ വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ വാഴയിലയിൽ തന്നെ തയ്യാറാക്കിയത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റുമാണ് ഇതിന്. ഒരു വട്ടമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഒരുപാട് സമയമോ അതുപോലെ ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. പണ്ടൊക്കെ നമുക്ക് 4 മണി പലഹാരത്തിനായിട്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കി തരുന്ന നല്ലൊരു നാടൻ പലഹാരമാണത് കേട്ടോ. അന്നത്തെ ആ ഒരു പലഹാരത്തിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഇന്നും നമ്മുടെ മനസ്സിലിങ്ങനെ നിൽക്കും. നമ്മൾ പുട്ടുകുറ്റിയിൽ നിന്ന് എടുക്കുമ്പോൾ ഇതേ രീതിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. എന്നിട്ട് എന്തെങ്കിലും കൊണ്ട് ഇതൊന്ന് അടർത്തി മാറ്റണം. ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് ആറിയ ശേഷം മാത്രമാണ് നമ്മളിത് കഴിക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ ഇത് സ്റ്റിക്കി ആയിട്ടിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു നാടൻ പലഹാരമാണ് കേട്ടോ. ഇതേ രീതിയിലൊന്ന് അടർത്തി കൊടുത്താൽ മാത്രം മതി. ഇതിനകത്ത് എത്രത്തോളം തേങ്ങ ചിരകിയത് ചേർക്കുന്നോ അത്രത്തോളം നല്ലതാണ്. ഇനി നമ്മൾ നേരത്തെ പൊടി ഇടുന്നതിനായിട്ട് വെള്ളം തിളപ്പിച്ച സമയത്ത് അതിലേക്ക് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അല്ലെങ്കിൽ കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കുന്നതാണ്. അങ്ങനെ പല രീതിയിലും നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതാണ്ട് നമ്മൾ അടുത്തതും ഇതേ രീതിയിലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്യുക. നമ്മളിതിന് ഉണ്ടപ്പുട്ടെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു നാടൻ പലഹാരമാണ്. ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല. ഇതും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടെങ്കിൽ ഈ മഴയത്തൊക്കെ നമുക്ക് മഴയെ ആസ്വദിച്ച് കഴിക്കാനായിട്ട് നല്ലൊരു കിടിലൻ പലഹാരമാണ് കേട്ടോ. നമ്മുടെ കുട്ടികൾക്കൊക്കെ 4 മണിക്ക് ഇതേ രീതിയിലുള്ള പലഹാരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിരിക്കും. കുട്ടികൾക്കത് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇനി നമ്മൾ ഇതേ രീതിയിൽ തയ്യാറാക്കിയ ശേഷം കടുകൊക്കെ താളിച്ചിട്ട് ആ ഒരു രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.